നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ എന്താണ് ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ? ആദ്യം തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് പറയാം. സോ നിങ്ങളൊരു ബാലൻസ് ഷീറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് ഓർമ്മയുണ്ടോ എന്തൊക്കെയുള്ളതെന്ന്? സോ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡ് നിങ്ങൾ എടുക്കുമ്പോൾ ലയബിലിറ്റി സൈഡാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ടായിരിക്കും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, ഡിബഞ്ചേഴ്സ് ഓർ ബോൺസ് ഉണ്ടായിരിക്കും, ലോങ് ടേം ലോൺസ് ഉണ്ടായിരിക്കും. ദെൻ ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എക്സെട്ര ഇതൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? സോ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഇതൊക്കെ എന്താ ഷോർട്ട് ടേം ലോൺസ് ആണ്. അതായത് വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ പേ ചെയ്യേണ്ട ലോൺസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്? കറണ്ട് ലയബിലിറ്റി എന്ന് പറയണത്. ഇനി ഇതെന്താ? ഇത് ലോങ് ടേം ലയബിലിറ്റിയാണ്. ഒന്നിൽ കൂടുതൽ വർഷം എടുത്ത് അടച്ചു തീർക്കേണ്ട ബാധ്യതകൾ. ഇത് നമ്മുടെ ഇക്വിറ്റി ഷെയർ ആണ്, ഇത് പ്രിഫറൻസ് ഷെയർ ആണ്, ഇത് നമ്മുടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. അതായത് നെറ്റ് പ്രോഫിറ്റ്, പിന്നെ പ്രോഫിറ്റ് മാറ്റി വയ്ക്കുന്ന റിസർവ്, അതൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ലയബിലിറ്റി സൈഡ്. ഈ ഒരു പോർഷൻ, അതായത് ഇതാണ് ലോങ് ടേം സോഴ്സസ് എന്ന് പറയുന്നത്, ഇത് ഷോർട്ട് ടേം സോഴ്സസ് ആണ്. സോ ഈ ലോങ് ടേം സോഴ്സസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് വരിക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ് ഓർ ബോൺസ്, ലോങ് ടേം ലോൺസ്. ഓക്കെ ആണോ? ഈ ഒരു പോർഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോർഷൻ ഇക്വിറ്റിയാണ്, ഈ ഒരു പോർഷനെ നമുക്ക് ഡെറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ. സോ ക്യാപിറ്റൽ സ്ട്രക്ചർ represents the relationship among different kinds of long-term capital. സോ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഇതൊക്കെ ലോങ് ടേം ആണ് വരുന്നത് അല്ലേ? സോ ഇതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് ജെയിംസ് സി വാൻ ഹോൺ ആണ്. The mix of a firm's permanent long-term financing represented by debt, preferred stock and common stock equity. So okay എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നെക്സ്റ്റ്, in short, it represents the relationship or ratio among different forms of capital. It implies the proportion of debt and equity in the total capital of the company. So total capital debt and equity. So ഇതിൽ ഡെറ്റ് പോർഷൻ എത്രയുണ്ട്, അതേപോലെ തന്നെ ഇക്വിറ്റി പോർഷൻ എത്രയുണ്ട്. സോ ഇതാണ് മെയിനായിട്ട് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്. ഡെറ്റ് ആൻഡ് ഇക്വിറ്റി കോമ്പിനേഷനെയാണ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദീസ് ആർ ദ കോമ്പണൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നമുക്ക് 2 തരത്തിലുള്ള ഡിസിഷൻസ് ആണ് ഉള്ളത്. ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇൻവോൾവ്സ് 2 ഡിസിഷൻസ്. ദ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി ടു ബി ഇഷ്യൂഡ്. സോ ടൈപ്സ് ഓഫ് സെക്യൂരിറ്റി ടു ബി ഇഷ്യൂഡ് ഏതൊക്കെ സെക്യൂരിറ്റീസ് ആണ്? സെക്യൂരിറ്റീസ് മീൻസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ് ഓഫ് ബോൺസ്, ലോങ് ടേം ലോൺസ്. സോ ഏതൊക്കെ ടൈപ്പ് സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏതൊക്കെയാണ് വേണ്ടത്? ഇക്വിറ്റി ആണോ ഡെറ്റ് ആണോ വേണ്ടത്? ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഡിസിഷൻ. സെക്കൻഡ്, ദ റിലേറ്റീവ് പ്രപ്പോർഷൻ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി. ഇനി ഓരോ സെക്യൂരിറ്റിയും എത്ര പോർഷൻ വേണം? ഇത് 90%, ഇത് 10% വേണോ? ഇത് 10%, ഇത് 90% വേണോ? സോ അങ്ങനെ നിങ്ങൾക്ക് ഏത് കോമ്പിനേഷൻ, എത്ര പ്രപ്പോർഷനാണ് വേണ്ടത്, അതാണ് സെക്കൻഡ് ഡിസിഷൻ. സോ സെക്കൻഡ് ഡിസിഷനെ ബേസ് ചെയ്തിട്ട് on this basis companies are divided into 2. ഹൈലി ഗിയർഡ് കമ്പനി ആൻഡ് ലോ ഗിയർഡ് കമ്പനി. സോ എന്താണ് ഹൈലി ഗിയർഡ് കമ്പനി? സോ ഹൈലി ഗിയർഡ് കമ്പനിയിൽ പ്രപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ക്യാപിറ്റലൈസേഷൻ ഈസ് സ്മോൾ. അപ്പോൾ ഹൈലി ഗിയർഡ് കമ്പനിയിൽ 10% അല്ലെങ്കിൽ 20% ഇക്വിറ്റിയുടെ പ്രപ്പോർഷൻ ഉണ്ടാവുള്ളൂ. ബാക്കി 90% ഓർ 80% ഡെറ്റിൻ്റെ പ്രപ്പോർഷൻ ആയിരിക്കും. സോ ഇവിടെ 10% ആണെങ്കിൽ ഇവിടെ 90%, ഇവിടെ 20% ആണെങ്കിൽ ഇവിടെ 80%. അതായത് ഇവിടെ ഹൈലി ഗിയർഡ് കമ്പനിയിൽ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരിക്കും കൂടുതൽ. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻസ് ചെയ്തിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ ലോങ് ടേം ലോൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് വഴിയായിരിക്കാം ഏറ്റവും കൂടുതൽ ഫണ്ട് ആ കമ്പനി റേസ് ചെയ്തിട്ടുള്ളത്.
അങ്ങനെ ഉള്ള ഒരു കമ്പനീനെയാണ് നമ്മൾ ഹൈലി ഗിയർഡ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, ഹൈലി ഗിയർഡ് കമ്പനി. ലോ ഗിയർഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചായിരിക്കും. അതായത് ഇക്വിറ്റി പ്രപ്പോർഷൻ ആയിരിക്കും കൂടുതൽ അവരുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റി പ്രപ്പോർഷൻ ആണ് കൂടുതലെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ലോ ഗിയർഡ് കമ്പനി. അപ്പോൾ ഫോർ എക്സാമ്പിൾ 80% ഇവിടെ 20% ആയിരിക്കും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്? ലോ ഗിയർഡ് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷനിൽ ഏതൊക്കെ സെക്യൂരിറ്റീസ് വേണം, എത്ര പ്രപ്പോർഷൻ വെച്ചിട്ട് വേണം, ഈ 2 ഡിസിഷനാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇൻവോൾവ് ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഏതൊക്കെ തരത്തിലുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഉണ്ട്? ക്യാപിറ്റൽ സ്ട്രക്ചറിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ, കോമ്പൗണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ആൻഡ് കോംപ്ലെക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഓക്കെ, സോ ഫസ്റ്റ് വൺ സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ആണ്. എന്താണ് സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ? സോ ഇവിടെ ഈ സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഏതെങ്കിലും സിംഗിൾ സെക്യൂരിറ്റി ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, സിംഗിൾ സെക്യൂരിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഇക്വിറ്റി ഷെയർസ് ഓൺലി. ഓക്കെ, സോ ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ് സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യേണ്ടത്? സോ അഡ്വൈസബിൾ വെൻ ദ ഏർണിങ്സ് ആർ അൺപ്രഡിക്റ്റബിൾ ആൻഡ് അൺസർട്ടൈൻ. ഒരു കമ്പനിയുടെ ഏർണിങ്സ് അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലെങ്കിൽ അൺസർട്ടൈൻ ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് കമ്പനി ചൂസ് ചെയ്യേണ്ടത് സിമ്പിൾ ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. ക്യാപിറ്റൽ സ്ട്രക്ചറിലെ സെക്കൻഡ് വൺ ആണ് കോമ്പൗണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ. കോമ്പൗണ്ട്, സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 സെക്യൂരിറ്റീസ്. അങ്ങനെയാണ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കാം കോമ്പിനേഷൻ വരുന്നത്? ഒന്നല്ലെങ്കിൽ ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ഓർ ഇക്വിറ്റി ആൻഡ് ഡിബഞ്ചേഴ്സ്. ഇക്വിറ്റി ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇക്വിറ്റി ആൻഡ് ഡിബഞ്ചർ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ് ആയിരിക്കാം. സോ കോമ്പിനേഷൻ ഓഫ് 2 സെക്യൂരിറ്റീസ്, അതാണ് ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും ഒന്ന്. ഇനി ഏത് ടൈപ്പ് ഓഫ് കമ്പനിയാണ് കോമ്പൗണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യേണ്ടത്? വെൻ ആനുവൽ ഏർണിങ്സ് ആർ അൺസർട്ടൈൻ. ആനുവൽ ഏർണിങ്സ് അൺസർട്ടൈൻ ആണ്, ബട്ട് ആവറേജ് ഏർണിങ്സ് ആർ റാദർ ഗുഡ്. ആവറേജ് ഏർണിങ്സ് ഗുഡ് ആണ്. ആവറേജ് ഏർണിങ്സ്, ഒരു വർഷം അവരുടെ ലാഭം ഹൈലി റിട്ടേൺ ആണ് അവർക്ക് കിട്ടുന്നത്, മറ്റൊരു വർഷം കുറച്ച് റിട്ടേൺ കുറയുന്നുണ്ട്. സോ റിട്ടേൺ അവർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷേ ആവറേജ് റിട്ടേൺ ഗുഡ് ആണെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കമ്പനീസിന് കോമ്പൗണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യാം. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചറിലെ തേർഡ് വൺ ആണ് കോംപ്ലെക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. സോ മൾട്ടി സെക്യൂരിറ്റി ബേസ് ആണ്. അതായത് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ലോൺസ്, എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ അവിടെ ഉണ്ടായിരിക്കും. സോ എല്ലാത്തിൻ്റെയും കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് കോംപ്ലെക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഏത് ടൈപ്പ് ഓഫ് കമ്പനീസാണ് കോംപ്ലെക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യാൻ നല്ലത്? ദർ ഈസ് സർട്ടൈൻ ആൻഡ് അഡീക്വേറ്റ് ഇൻകം. ഇൻകം സർട്ടൈൻ ആണ് ആൻഡ് അഡീക്വേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇൻകം ടു പേ ഓഫ് ഫിനാൻഷ്യൽ ചാർജസ്. സോ ഫിനാൻഷ്യൽ ചാർജസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റ് ഒക്കെ പേ ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്. അതേപോലെ തന്നെ സർട്ടൈൻ ആണ്, നമ്മുടെ ഇൻകം സർട്ടൈൻ ആണെങ്കിൽ, പ്രെഡിക്റ്റബിൾ ആണെങ്കിൽ നമുക്ക് കോംപ്ലെക്സ് ക്യാപിറ്റൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്നത്.